ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളതൊരു ബീഫ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ 2 വലിയ സവാളാണ് എടുത്തിട്ടുള്ളത്. നല്ല സ്ലൈസ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 വലിയ തക്കാളിയാണ്. പിന്നെ 3 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി വാറ്റിയിട്ടൊന്നും ഇനി സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ തക്കാളി കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് എടുത്താൽ മതിയാവും കേട്ടോ. ഞാനിവിടെ ഉലുവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 3 ഏലക്ക, ഗ്രാമ്പൂ ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 വിസിൽ വരെ കുക്കറിൽ വിസിലടിക്കാം കേട്ടോ. അപ്പോൾ വിസിലടിച്ചിട്ട് ഞാനിവിടെ നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. നമ്മളുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളി വഴറ്റിയിട്ടൊന്നും സമയം ഇനി കളയണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇനി അതിലേക്ക് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ല പോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട് നമ്മളുടെ ഉള്ളിയും തക്കാളിയും. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ ബീഫ് മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി കൂടെ ഞാൻ വലിയ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ബീഫ് ഇതുപോലെ കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലും പിന്നെ നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൂട്ടിട്ടുള്ള ബീഫാണ്. ചിലർ തനി ഇറച്ചി മാത്രമാണ്. അപ്പം ഇതിൽ എല്ലും നെയ്യും എല്ലാം കൂടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മളുടെ മസാലയ്ക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി വഴറ്റുമ്പോൾ നിങ്ങളോട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയണത്, നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മളുടെ ബീഫിൽ അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളി തക്കാളി ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ വേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയും കശ്മീരി ചില്ലി പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല റെഡ് കളറായിരിക്കും നമ്മളുടെ കറി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5-6 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമ്മളുടെ ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഞാൻ അടുപ്പത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുപ്പത്ത് വെച്ച പെട്ടെന്ന് തന്നെ നല്ല വെന്ത് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറാണ് കേട്ടോ.
പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായ ഇട്ടെടുത്ത് ഗ്രാമ്പു, പട്ട ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മളുടെ ഉള്ളിയും ഗ്രാമ്പും പട്ടയും ഒക്കെ കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പശു നെയ്യ്. അപ്പോൾ നമ്മളുടെ നെയ്ച്ചോറിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആവും കേട്ടോ നെയ്യ് ചേർത്താൽ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മളുടെ സവാള നന്നായിട്ട് തന്നെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സുറുക്ക ഉണ്ടെങ്കിൽ, വിനാഗിരി ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ അരിയാണ് എടുത്തിട്ടുള്ളത്, വറക്കത്ത അരിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് വെച്ചതാണ് കേട്ടോ. നമ്മളുടെ വെള്ളം തിളച്ച് വന്നാലാണ് നമ്മൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നെയ്ച്ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു നെയ്ച്ചോറാണ് കേട്ടോ. അപ്പം വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ അരി കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറ് നമ്മളുടെ സവാള നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ മൂടി വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ തിളച്ചാൽ തന്നെ തീ നല്ല കുറച്ചിടണം കേട്ടോ. അപ്പോൾ നമ്മളുടെ അരി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നല്ല തിളച്ചാൽ തീ ഒന്ന് കുറച്ച് വെക്കാം. അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് അരിയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ അരി നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഇറച്ചി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.